ഫൈനലി നമ്മുടെ ഗെയിമിനുള്ള ഈ സ്ക്വിഡ് ഗെയിമിൻ്റെ കൊളാബറേഷൻ വരാൻ പോവാണ്. അപ്പോൾ എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്നും പിന്നെ എൻ്റെ ഡേറ്റും കൺഫേം ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോഴൊക്കെ ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. ചാമ്പ്യൻസ് ജേഴ്സി എന്ന് പറഞ്ഞൊരു ഇവന്റ് ഇപ്പോൾ നമ്മുടെ ഗെയിമിൽ വന്നിട്ടുണ്ടാവും ഇന്ന് നമ്മുടെ ഗെയിമിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യാൻ നിങ്ങൾക്ക് ടീഷർട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും അടിപൊളി ടീഷർട്ടാണ്, മഞ്ഞ. എനിക്ക് എന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടോ എന്ന് ജസ്റ്റ് ആയിരുന്നു കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ജേഴ്സി നിങ്ങൾക്ക് വെറുതെ ലോഗിൻ ചെയ്താൽ മാത്രം മതി, കിട്ടുന്നതായിരിക്കും. അപ്പോൾ 2 നൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ ഗെയിമിനുള്ളിലേക്ക് വരാൻ പോകുന്നത് ഇതേപോലത്തെ ഒരു ഫാഡ് വീൽ ഇവന്റ് ആണ്. ഓക്കെ, ഇതേപോലത്തെ ഒരു ഗോൾഡൻ ക്രിമിനലിൻ്റെ ഒരു MBB ആകുമ്പോഴും പ്രൊഫൈലിൽ കയറുമ്പോൾ ഒരു അനിമേഷൻ ആണ്. ഓക്കെ, ഈ ഒരു അനിമേഷനാണ് വരാൻ പോകുന്നത് ഫാഡ് വീൽ വഴി. അപ്പോൾ നാളെ നമ്മുടെ ഗെയിമിനുള്ളിലേക്ക് ഒരു അനിമേഷൻ വരുന്നതായിരിക്കും. എന്തായാലും അടിപൊളി അനിമേഷനാണ്. ഇതെന്ന് അറിഞ്ഞു വെച്ചാൽ ആർക്കും എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 1000 ഡയമണ്ട് മുടക്കുകയാണെങ്കിൽ ഇത് കിട്ടുന്നതായിരിക്കും. നാളെ തന്നെ വേറൊരു ഇവന്റ് കൂടി വരുന്നുണ്ട്. അത് ഫ്രീ റിവാർഡാണ്. നമുക്ക് ഇതേപോലത്തെ ലൂട്ട് ബോക്സ് ഫ്രീ ആയിട്ട് നാളെ തന്നെ കിട്ടുന്നുണ്ട്. ഇത് ചെറിയൊരു മിഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ ഇതേപോലത്തെ ഒരു അടിപൊളി ലൂട്ട് ബോക്സ് കിട്ടുന്നതായിരിക്കും എയ്ത്താൻസിയുടെ ഭാഗമായിട്ട്. അപ്പോൾ ടോപ്പ് ക്രിമിനൽ റോയൽ എന്ന് പറഞ്ഞൊരു ഇവന്റ് നമ്മുടെ ഗെയിമിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് എന്നാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ജൂൺ 29. ഓക്കെ, ജൂൺ 29 നമ്മുടെ ഗെയിമിനുള്ളിലേക്ക് ഇതേപോലത്തെ ഒരു ടോപ്പ് റോയൽ എന്ന് പറഞ്ഞിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഒരു 3000 ഡയമണ്ട് ഒക്കെ പൊട്ടിക്കുകയാണെങ്കിൽ എല്ലാം നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഒരു ഗ്ലൂ വാൾ ഉണ്ടാവും, പിന്നെ ഒരു ലൂട്ട് ബോക്സ്. ഒക്കെ, ലൂട്ട് ബോക്സ് പെറ്റിന്റെ സ്കിന്ന്, സ്കൈറ്റിന്റെ സ്കിൻ, അങ്ങനെ 4 ഐറ്റംസ് ആയിരിക്കും നമ്മുടെ ഗെയിമിനുള്ളിലേക്ക് ഒരു റോയൽ വഴി വരിക. അപ്പോൾ ഇത് നമ്മുടെ ഗെയിമിലേക്ക് 29 വരുന്നതായിരിക്കും എന്ന് അറിഞ്ഞു വെച്ചേക്കാം. അപ്പോൾ ഫസ്റ്റ് സ്പിന്നിന് 80% ഓഫ് ഉണ്ട്. അപ്പോൾ എല്ലാ ഇവന്റിലും 80% ഓഫ് ഉണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് സ്പിൻ ചെയ്യുമ്പോൾ കുറച്ച് ഡയമണ്ട് മാത്രം കൊടുത്താൽ മതി. ഒരു നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരാൻ പോകുന്ന ടോപ്പ് ഇവന്റ് ഇതേപോലത്തെ ഒരു ടോപ്പ് അപ്പ് ഇവന്റ് ആണ്. ഇപ്പോൾ ഈ ഒരു ഇമോട്ടാണ് ഫസ്റ്റ് നമുക്ക് 100 ഡയമണ്ട് ടോപ്പ് അപ്പ് ചെയ്യുമ്പോൾ കിട്ടുക. പിന്നെ ഒരു ചെരുപ്പിന്റെ സ്കിന്ന്, പിന്നെ നമുക്ക് ഒരു ടോപ്പ് കിട്ടുന്നതായിരിക്കും, മെയിൽ ബണ്ടിലിന്റെ ടോപ്പ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ നമ്മൾ ടോപ്പ് അപ്പ് ചെയ്യുന്നതനുസരിച്ച് കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് നെക്സ്റ്റ് വരാൻ പോകുന്ന ടോപ്പ് ഇവന്റ് എന്ന് അറിഞ്ഞു വെച്ചേക്കാം. അപ്പോൾ എന്തായാലും ഇമോട്ടൊന്നും കുഴപ്പമില്ല. പിന്നെ എൻ്റെ ജാക്കറ്റും അടിപൊളിയായിട്ടുണ്ട്, പിന്നുള്ള തൊപ്പി അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇങ്ങനെ 2000 ഡയമണ്ട് ഒക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മൊത്തം ഐറ്റംസ് ക്ലെയിം ചെയ്യാൻ പറ്റും. പലർക്കും അപ്പോൾ ഡൗട്ട് ഉണ്ടോ നമ്മുടെ സിസ്മോർ ഇവന്റ് നമ്മുടെ ഗെയിമിലേക്ക് ഇപ്പോൾ വരുന്നില്ലേ നോക്കി. അപ്പോൾ നെക്സ്റ്റ് ടോപ്പ് ഇവന്റ് ആയിട്ട് അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ ടോപ്പ് ഇവന്റ് ആയിട്ട് നമ്മുടെ ഗെയിമിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, സിസ്മോർ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പ് ഇവന്റ് നമ്മുടെ ഗെയിമിലേക്ക് വരുന്നതായിരിക്കും. ഇത് നമ്മുടെ ഗെയിമിലേക്ക് എപ്പോൾ വരും ചോദിച്ചു കഴിഞ്ഞാൽ ജൂലൈ 4. ഓക്കെ, ജൂലൈ 4 ആയിരിക്കും നമ്മുടെ ഗെയിമിലേക്ക് വരാമെന്നാണ് ഇപ്പോൾ ഒരു ലീക്ക് കിട്ടിയിരിക്കുന്നത്. ടോപ്പ് ഇവന്റ് എന്തായാലും ഇപ്പോൾ ഡയമണ്ട് അധികം ആൾക്കാരിൽ ഇല്ലെങ്കിൽ 50 ഡയമണ്ടൊക്കെ കമ്മിയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വളരെ ഓഫർ കിട്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഡയമണ്ട് കൂടുതലുള്ള പ്ലെയേഴ്സൊക്കെ ആണെങ്കിൽ ഓഫർ കുറവായിരിക്കും കിട്ടിയിരിക്കും. ഓക്കെ, എന്തായാലും ജൂലൈ 4 ഒരു ലീക്ക് അനുസരിച്ച് വരാനുള്ള ചാൻസ് കൂടുതൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും അറിഞ്ഞു വെച്ചേക്കുക. പലർക്കും അറിയാൻ ഒരു ആകാംക്ഷയുള്ള ഒരു വിഷയമാണ് നമ്മുടെ ഈ ഫസ്റ്റ് ആയിട്ട് റിട്ടേൺ വരുന്ന കാര്യം. ഓക്കെ, എന്തായാലും ഇപ്പോൾ ഫസ്റ്റ് ആയിട്ട് റിട്ടേൺ വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു ക്രേറ്റ് വഴി നമ്മുടെ ബൂയാ പാസിൽ ലാസ്റ്റ് കിട്ടുന്ന ഒരു ക്രേറ്റ് വഴിയായിരിക്കും നമ്മുടെ ഗെയിമിലേക്ക് വരാമെന്ന് ഇപ്പോൾ ചെറിയ ലീക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലത്തെ സെക്കൻഡ് ലൈറ്റ് വണ്ടിലും നമ്മുടെ ഗെയിമിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ജൂലൈ മന്ത് ലാസ്റ്റ് മറ്റേ ബോക്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇതേപോലത്തെ 2 ഈ ഫസ്റ്റ് ലൈറ്റിൻ്റെയും സെക്കൻഡ് ലൈറ്റിൻ്റെയും ബണ്ടിൽസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു വഴിക്കായിരിക്കും നമ്മുടെ ഗെയിമിലേക്ക് ഈ ബണ്ടിൽസ് റിട്ടേൺ വരുന്നത്. അപ്പോൾ എന്തായാലും വേറെ ഇവന്റ് വഴിക്ക് വരാമെന്ന് ചെറിയ റൂമേഴ്സ് കിട്ടിയിട്ടില്ല, ലീക്സ് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത് മൊത്തത്തിൽ കൺഫേം ആയി കഴിഞ്ഞാൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഗരീനക്കാരെ പുതിയതായിട്ടൊരു ഗോൾഡൻ ക്രിമിനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗെയിമിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് ജൂലൈ 4 നമ്മുടെ ഗെയിമിനുള്ളിലേക്ക് ഒരു ഗോൾഡൻ റോയിൽ വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റിട്ടേൺസ് ക്രിമിനൽസ്. ഓക്കെ, ബാക്കിയുള്ള ക്രിമിനൽസ് റിട്ടേൺ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ചെറിയൊരു ലീക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് വരുന്നുണ്ടെന്നാണ്. ഓക്കെ, ഈ റെഡ് ക്രിമിനൽ എന്തായാലും വരുന്നത് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഒരു ഗോസ്റ്റ് ക്രിമിനൽ ഗോൾഡൻ ക്രിമിനൽ അറ്റാച്ച്മെന്റ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ അത് സ്പിൻ ചെയ്തെടുക്കാൻ പറ്റില്ല, ടോക്കൺ വഴി എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതേപോലത്തെ റെഡ് ക്രിമിനലും ഈ ഒരു എന്നിട്ട് പറയാം നമ്മുടെ ഒരു പച്ച ക്രിമിനലൊക്കെ, ഈ പച്ച ക്രിമിനൽസൊക്കെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് നമ്മുടെ സ്ക്വിഡ് ഗെയിമിൻ്റെ കൊളാബറേഷൻ ജൂലൈ 14 ഓക്കെ, ജൂലൈ 14 നമ്മുടെ ഗെയിമിലേക്ക് വരുന്നതായിരിക്കും. ഒഫീഷ്യലായിട്ട് അവർ കൺഫേം ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഐറ്റംസ് ആണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ബാനർ, എൻ്റെ അവതാർ. ഓക്കെ, അവതാറല്ല ബാനർ ഇപ്പോൾ കാണാൻ പറ്റും. അവതാറും വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു ലൂട്ട് ബോക്സിൻ്റെ സ്കിൻ. ഓക്കെ, ലൂട്ട് ബോക്സിൻ്റെ സ്കിന്നും വരുന്നുണ്ട് നമ്മുടെ സ്ക്വിഡ് ഗെയിമിൻ്റെ ഭാഗമായിട്ട് അതേ ഒരു തീമിൽ. പിന്നെ ഒരു ബാക്ക് പാക്കിൻ്റെ സ്കിന്നാണ്. ഓക്കെ, ബാക്ക് പാക്കിൻ്റെ സ്കിന്നൊക്കെ കാണാൻ പറ്റും. എന്തായാലും നൈസായിട്ടുണ്ട്, കൊള്ളാം, ഒരു അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ബാക്ക് പാക്കൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലൂ വാളിൻ്റെ സ്കിന്നായിട്ട് മെയിനായിട്ട് കാണാൻ പറ്റും. ബ്ലൂ വാൾ എന്തായാലും പക്ക ഓപ്പി സാധനമാണ്. ഓക്കെ, ഓപ്പി സാധനം ബ്ലൂ വാൾ കാണാം. അപ്പോൾ നമുക്ക് ഇട്ട് കളിക്കുമ്പോൾ ഒക്കെ വേറെ ലെവലായിരിക്കും. അതിൻ്റെ പൊമ്മേനെ കൊടുത്തിട്ട് മരമൊക്കെ ഇല്ല, അതൊക്കെ എഫക്റ്റ് കൊടുത്തിട്ട്, എഫക്റ്റ് അല്ല ക്രിയേഷനിൽ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ 2-3 ബാനറൊക്കെ ആഡ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതെന്ത് നമ്മുടെ പ്രൊഫൈലിന് കസ്റ്റംസ് ചെയ്യാൻ പറ്റിയ പോലത്തെ ഒരു ബാനേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇതേപോലെ നമുക്ക് 2 ബാനേഴ്സ് നമ്മുടെ ഗെയിമിലേക്ക് വരുന്നുണ്ട്. പിന്നെ കുറച്ച് ടോക്കൺസ് ആണ്. നോക്കുക, നമ്മുടെ സ്ക്വിഡ് ഗെയിമിന്റെ ഭാഗമായിട്ട് വരാൻ പോകുന്ന ഇവന്റ്സിന്റെ ടോക്കൺസ് ഒക്കെ കാണാൻ പറ്റും. ഒരു ചുമപ്പ് തീമിലൊരു ടോക്കണും പിന്നെ മഞ്ഞ തീമിൽ
2 ടോക്കൺസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതേപോലത്തെ 2 ടോക്കൺസ് ഒക്കെ ഒരു ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പെയ്ഡ് ഇവന്റ് വഴിക്ക് ഏതെങ്കിലും ഒരു ബണ്ടിൽസ് വരാനുള്ള ചാൻസ് സർവറിൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗെയിമിനുള്ളിൽ കുറച്ച് ബണ്ടിൽസ് വരുന്നുണ്ട് സ്ക്വിഡ് ഗെയിമിന്റെ ഭാഗമായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഇതുപോലത്തെ നീല ബണ്ടിൽ കാണാൻ പറ്റും. നമ്മുടെ പ്ലേയേഴ്സ് ഇട്ട് കളിക്കുക, സ്ക്വിഡ് ഗെയിമിന്റെ പ്ലേയേഴ്സ് ഇട്ട് കളിക്കുന്ന നീല ബണ്ടിലൊക്കെ നൈസായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊണ്ടും നല്ലൊരു വെർത്തി ബണ്ടിലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ചാൻസ് കാണുന്നുണ്ടെന്നല്ല, ഫ്രീ ആയിട്ട് തന്നെ കിട്ടാൻ പോകുന്നത് ഈ ഒരു ബണ്ടിലൊക്കെ. അപ്പോൾ എന്തായാലും അറിഞ്ഞു വെച്ചേക്കാം. പിന്നെ ഇതേപോലത്തെ ഒരു ബൊമ്മ ബണ്ടിൽ വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും ബൊമ്മ ബണ്ടിൽ അതേപോലെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും കുറവില്ല കൂടുതലില്ല, നൈസായിട്ടും ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബണ്ടിൽ നമ്മുടെ ഗെയിമിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഒരു പിങ്ക് ബണ്ടിലൊക്കെ, ഈ പിങ്ക് സോൾജേഴ്സിന്റെ ബണ്ടിൽ വരുന്നുണ്ട് നമ്മുടെ ഗെയിമിനുള്ളിലേക്ക്. അപ്പോൾ ഇത് കാണാൻ പറ്റും നൈസായിട്ടുണ്ട്, ഫുൾ ബണ്ടിലാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും മാസ്ക് 4 വേറെ വരുന്നുണ്ട് എക്സ്ട്രാ. പിന്നെ കാണാൻ പറ്റുന്ന പോലെ നൈസായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബണ്ടിൽ നമുക്ക് പെയ്ഡ് ഇവന്റിലൂടെ ആയിരിക്കും വരുന്നത്. കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ടെന്നല്ല, കൺഫേം ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു പിങ്ക് ബണ്ടിലും നമ്മുടെ ഈ ഒരു ബൊമ്മ ബണ്ടിലും മാത്രമായിരിക്കും പെയ്ഡ് ഇവന്റിലൂടെ വരിക. അപ്പോൾ എന്തായാലും നീല ബണ്ടിൽ നമുക്ക് എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതേപോലത്തെ 2-3 ക്രേറ്റ്സ് വരുന്നുണ്ട് ഈ സ്ക്വിഡ് ഗെയിമിന്റെ ഭാഗമായിട്ട്. അപ്പോൾ എന്തെങ്കിലും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടായിരിക്കും. ചിലപ്പോൾ വല്ല ഗോൾഡോ ഇല്ലെങ്കിൽ വൗച്ചേഴ്സ് ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ചാൻസ് സർവറിൽ കാണുന്നുണ്ട്. അതുപോലത്തെ 2 ബോക്സ് വരുന്നുണ്ട് എന്ന് അറിഞ്ഞു വെച്ചേക്കാം. പിന്നെ നമുക്ക് ഇതേപോലത്തെ 2 വോയിസ് പാക്കേജ് വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും നിങ്ങൾ കേട്ട് നോക്കി നോക്കുക. അപ്പോൾ നൈസായിട്ടുള്ള വോയിസ് പാക്ക് നമ്മുടെ സ്ക്വിഡ് ഗെയിമിന്റെ ഭാഗമായിട്ട്. ഇതേപോലത്തെ 2 വോയിസ് പാക്കാണ് നമ്മുടെ ഗെയിമിനുള്ളിൽ വരുന്നത് സ്ക്വിഡ് ഗെയിമിന്റെ ഭാഗമായിട്ട്. പിന്നെ ഇതേപോലത്തെ ഒരു മാസ്ക് വരുന്നുണ്ട്. ഓക്കെ, ഇതും നമ്മുടെ സ്ക്വിഡ് ഗെയിമിന്റെ ഭാഗമായിട്ടാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് അറിഞ്ഞു വെച്ചാൽ ഇതൊക്കെയാണ് സ്ക്വിഡ് ഗെയിമിന്റെ ഭാഗമായിട്ട് വരാൻ പോകുന്ന കുറച്ച് റിവാർഡ്സ്. ഇപ്പോൾ എന്തായാലും ആ മാസ്ക് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ചാൻസ് സർവറിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വരാൻ പോകുന്ന കുറച്ച് ഇവന്റ്സ് ആൻഡ് അപ്ഡേറ്റ്. പിന്നെ സ്ക്വിഡ് ഗെയിമിന്റെ ഭാഗമായിട്ട് വരാൻ പോകുന്ന കുറച്ച് റിവാർഡ്സ് ഒക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. ഓക്കെ, ബൈ. അപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിന് കമൻറ്റ് ചെയ്ത് ചോദിക്കുക.